നമസ്കാരം, ഞാൻ ജസ്ന സലീം. ഞാൻ പുതിയൊരു ന്യൂസ് കണ്ടു. ഗുരുവായൂർ ദേവസ്വം കലാപാഹ്വാനത്തിന് എൻ്റെ പേരിൽ വീണ്ടും കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അതെന്താ സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ല. ഞാൻ മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിനാണ് ഇപ്പം എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ സമയത്ത് ഗുരുവായൂരിൽ നടന്ന് ഇറങ്ങി വരുന്നത് നിനക്ക് മുന്നേ ഒരു വട്ടം വാണിംഗ് കൂടെ തന്നിട്ടുള്ളതല്ലേ? ഇങ്ങനെ അവിടെ പോയിക്കാണ്ട് വീഡിയോ എടുത്തുകാണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആക്കരുത് എന്നുള്ളത്. അത് തന്നിട്ട് നീ വീണ്ടും ഇതേമാതിരി തമ്മാടിത്തരം നീ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ ആരെ ബോധിപ്പിക്കാനാണ്, ആർക്കെതിരായിട്ടാണ് നീ ഇവിടെ വെല്ലുവിളിച്ചിക്കാണ്ട് ഇങ്ങനെയൊക്കെ അവിടെ ചെയ്യണത്? നിനക്ക് അതിലൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ അവിടെ പോയിക്കാണ്ട് ചെയ്ത്താൻ പറ്റിയും പിടിച്ചിക്കാണ്ട് ഇങ്ങനെ റീൽ എടുത്തുകാണ്ട് വീഡിയോ എടുത്തുകാണ്ട് നടക്കല്ലേ ചെയ്യല്ലേ? നീ അവിടെ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീ നിന്റെ വഴി നോക്കിയാണ്ടാണ് ഇവിടെ പോകേണ്ടത്. അല്ലാതെ അവിടെ പോയിക്കാണ്ട് കോഞ്ഞാറ്റിലെ പരിപാടി അല്ലടിയാ അവിടെ ചെയ്യലേ. ഇവിടെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് നിന്നെ പോലെയുള്ള ഊച്ചാളികൾക്ക് കയറി ഇറങ്ങിക്കാണ്ട് നശിപ്പിച്ചിക്കാണ്ട് ഇറപ്പാക്കി കൊടുക്കേണ്ട സ്ഥലമല്ലടി ആ പുണ്യമാക്കപ്പെട്ട സ്ഥലം. ഓക്കെ, അത് മതവിശ്വാസികൾക്ക് പോകേണ്ട ഒരു പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമാണത്. അത് നിന്നെ പോലെയുള്ള എണ്ണം കെട്ട ഇറപ്പത്തികൾക്ക് കയറി പോകാനുള്ള സ്ഥലമല്ലത്. ഞാനിപ്പോഴും പറഞ്ഞു, ഇവിടെയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോരോ നെറുകേടുകളാണിത്. ഹിന്ദു മതവിശ്വാസികൾക്ക് വരെ ഇവിടെ കണ്ടുപിടിച്ചില്ല. അവര് വരേക്കും ഇവിടെ വരെ ഇവിടെ ഏറ്റെടുത്തിട്ടില്ല. നീ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നിരീശ്വരവാദിയോ എക്സ് മുസ്ലിമോ എന്ത് തേങ്ങ കൊല മാങ്ങ അണ്ടിപട വെക്കോ. പക്ഷെ ഒരു കാര്യം ഞാൻ എന്നോട് ഇവിടെ പറഞ്ഞുതരാം. ഹിന്ദു മതത്തെ പുച്ഛിച്ച് കണ്ട് കളിയാക്കിയാണ്ട് നീ കാട്ടിക്കൂട്ടുന്ന ഈ തമ്മാടിത്തരണ്ടല്ലോ ഇവിടെ വെച്ച് നിർത്തിക്കോ മോളെ. എനിക്ക് നല്ലതാണ്. നിനക്ക് ഹിന്ദു മതത്തിന് നിനക്കൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിലേ അത് നാലാൾക്കാരെ കാണിച്ചിക്കാണ്ടല്ല ഇവിടെ ചെയ്യലേ. നീ ഇവിടെ ചെയ്യണതേ ഞാൻ കണ്ണന്റെ സ്വന്തം ആളാണ്, ഞാൻ കൃഷ്ണന്റെ സ്വന്തം ആളാണ് എന്ന് നാലാൾക്കാരോട് പറയണം എന്നാണ് നിന്റെ കോഞ്ഞാറ്റിൽ നിന്റെ ചിന്തയിലുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നീ ഇമ്മാരി തമ്മാടിത്തരം നീ ഇവിടെ വീണ്ടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മത വിശ്വാസികളെ, നിങ്ങളോട് ഞാനിവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ കാട്ടിക്കൂട്ടണമൊക്കെ എന്താണെന്ന് അറിയോ? നിങ്ങളുടെ മതത്തെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇവിടെ വൈറലാവാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ നെറുകേടുകളാണ്. നിങ്ങളാണ് ഇവിടെ എതിർക്കേണ്ടത്. കാരണം നിങ്ങളെ വരെ കളിയാക്കിയിട്ടാണ് ഇവിടെ ചെയ്യണത്. ഒറ്റ കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കുക. ഇവളോട് പറഞ്ഞാണ് അവിടെ പോയിക്കാണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് ഇവളോട് ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും അവിടെ പോയിക്കാണ്ട് ഇവിടെ ചെയ്തിക്കണേ എന്നുണ്ടെങ്കിൽ വെല്ല് വിളിക്കണം ഇവളെ. ഞാൻ ഇനിയും ഇവിടെ കയറി വരും. എന്നെ ഇവിടെ ആരെന്താ ഇവിടെ ചെയ്യലേ? അഥവാ ഇവിടെ ഞാനിവിടെ ഹിന്ദു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതേ മതത്തിനോടാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത്. എടി കരിമ്പോത്തായിട്ടുള്ള പെണ്ണ, ആ നല്ലൊരു മതത്തിന് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കണത്? എന്തിനാണ്? ആ ഹിന്ദു മതസ്ഥ വരേക്കും ഈ പോത്തിനെ ഇവിടെ ഏറ്റെടുത്തിട്ടില്ല.